നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് രഹസ്യ ക്യാമറയുമായി പിടിയിലായ ആൾ അഹമ്മദാബാദ് സ്വദേശിയാണെന്നാണ് വിവരം. സുരക്ഷാ പരിശോധന കഴിഞ്ഞ് മുന്നോട്ടു പോയ ഇയാളുടെ കണ്ണടയിൽ നിന്ന് ലൈറ്റ് തെളിയുന്നത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് പിടിവീണത്. ക്ഷേത്രത്തിലെ അതീവ സുരക്ഷാ മേഖലയിൽ നിന്ന് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചുവെന്ന് വ്യക്തമായതോടുകൂടിയാണ് ഇയാളെ പോലീസിന് കൈമാറിയത്. ഈ വാർത്ത പുറത്തു വന്നതോടുകൂടിയാണ് മെറ്റാ ഗ്ലാസ് എന്താണ് എന്ന് പലരും അന്വേഷിക്കുന്നത്. ആദ്യം തന്നെ പറയേണ്ടത് ഇത് ഫേസ്ബുക്കിന്റെ മാതൃ കമ്പനിയായ മെറ്റ പുറത്തിറക്കുന്നത് ആണ് എന്നുള്ള വിവരമാണ്. AI സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഈ കണ്ണടയുടെ ഫീച്ചറുകൾ പറഞ്ഞാലും തിരികെയില്ല. സംസാരം തർജ്ജമ ചെയ്യുക എന്ന് തുടങ്ങി കണ്ണടയിലൂടെ കാണുന്ന ദൃശ്യങ്ങളെ സോഷ്യൽ മീഡിയ വഴി ലൈവ് സ്ട്രീം ചെയ്യാം എന്നതുവരെ മെറ്റാ ഗ്ലാസുകളെ ജനകീയമാക്കുകയാണ്. മെറ്റാ കണ്ണടകൾ വഴി കാണുന്ന എല്ലാത്തിന്റെയും ഫോട്ടോകളും വീഡിയോകളും ഉടനടി എടുക്കാം. ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല. ബിൽഡ് ഇൻ ക്യാമറയാണ് ഇവയ്ക്ക് ഉള്ളത്. സ്മാർട്ട് ഗ്ലാസുകളാണ് ഇവ. അതുകൊണ്ട് തന്നെ ഹാൻഡ് ഫ്രീ ആയി എല്ലാ ദൃശ്യങ്ങളും പകർത്താം. സംഗീതവും പോഡ്കാസ്റ്റുകളും കേൾക്കാമെന്നത് മറ്റൊരു സവിശേഷതയാണ്. ചുറ്റും എത്രയൊക്കെ ശബ്ദങ്ങൾ ഉണ്ടായാലും അതിന്റെ ഒന്നും ശല്യമില്ലാതെ വ്യക്തമായി എല്ലാം കേൾക്കാനും ആസ്വദിക്കാനും കഴിയും. 5 മൾട്ടി മൈക്രോഫോണുകളാണ് ഇതിലുള്ളത്. ഫോണിൽ സംസാരിക്കുമ്പോൾ വ്യക്തമായി ശബ്ദം ക്യാച്ച് ചെയ്യാം. ഹായ് മെറ്റ എന്ന വോയിസ് കമാൻഡ് ഉപയോഗിച്ച് നിർദ്ദേശങ്ങൾ നൽകാം. ഇതുവഴി ഫോട്ടോകളും വീഡിയോകളും എടുക്കാനും മെസ്സേജ് അയക്കാനും അനായാസം സാധിക്കും. കണ്ണടയിലൂടെ കാണുന്നതെല്ലാം ഉടനടി ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ലൈവ് സ്ട്രീം ചെയ്യാമെന്ന് മാത്രമല്ല, അവയെക്കുറിച്ച് എന്ത് സംശയം ചോദിച്ചാലും AI ഉപയോഗിച്ച മറുപടിയും കിട്ടും. ചുറ്റും നിൽക്കുന്ന ആളുകൾ ഏത് ഭാഷയിൽ സംസാരിച്ചാലും അത് ഉടനടി തർജ്ജമ ചെയ്തു എന്നതും വലിയൊരു പ്രത്യേകത തന്നെയാണ്. അതിനുവേണ്ടി നിർദ്ദേശം നൽകിയാൽ മാത്രം മതി. വാട്സ്ആപ്പ്, മെസ്സഞ്ചർ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി മെസ്സേജുകൾ അയക്കാം. ഓഡിയോ വീഡിയോ കോളുകളും ചെയ്യാം. ഒറ്റത്തവണ ചാർജ് ചെയ്താൽ 36 മണിക്കൂർ വരെ ഉപയോഗിക്കാം. വാട്ടർ റെസിസ്റ്റന്റും കൂടിയാണ്. 30,000 മുതൽ 36,000 രൂപ വരെയാണ് വില. ഈ വർഷം മെയ് 19 മെറ്റ ഗ്ലാസുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. കൗതുകം കൊണ്ടാണ് ഇയാൾ വീഡിയോ എല്ലാം ചിത്രീകരിച്ചത് എന്നാണ് പോലീസിനോട് പറഞ്ഞത്. കണ്ണടയിൽ മെമ്മറി കാർഡുകൾ ഉണ്ടായിരുന്നു. ക്യാമറകൾ മൊബൈൽ ഫോണുമായി ബന്ധിപ്പിച്ചിരുന്നു. വിശദമായ പരിശോധനയ്ക്കായി ഫോണും കണ്ണടയും പോലീസ് പിടിച്ചെടുത്തിട്ടുമുണ്ട്. ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്നതടക്കമുള്ള ദൃശ്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിന് ഹാജരാകണമെന്ന് സുരേന്ദ്ര ഷായോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഫോർട്ട് ഇൻസ്പെക്ടർ ശിവകുമാറും പറഞ്ഞു. മറ്റു ദുരൂഹതകളൊന്നുമില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമേ കൂടുതൽ വിവരങ്ങൾ അറിയാനും കഴിയുകയുള്ളൂ. അഹമ്മദാബാദിൽ നിന്നും 2 ദിവസം മുമ്പാണ് സുരേന്ദ്ര ഷായെയും സംഘത്തെയും മധുരയിൽ എത്തിയത്. തുടർന്ന് രാമേശ്വരം സന്ദർശിച്ച ശേഷമാണ് തിരുവനന്തപുരത്ത് എത്തിയത്. ഇവർ പറഞ്ഞതിനപ്പുറം ഒന്നും തന്നെ പോലീസ് അന്വേഷിച്ചിട്ടുമില്ല. മധുരയും രാമേശ്വരവും എല്ലാം അതിസുരക്ഷയുള്ള ക്ഷേത്രങ്ങളാണ്. ഇവിടെയും ഇയാൾ കണ്ണട ഉപയോഗിച്ച ദൃശ്യം പകർത്താനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ സംഭവിച്ചെങ്കിൽ അതെല്ലാം വലിയ സുരക്ഷാ വീഴ്ചയാണെന്ന കാര്യത്തിലും സംശയമില്ല.